നമ്മളിനി ഒരു തകർപ്പൻ സ്കിറ്റ് കാണാൻ പോവാണ്. ഈ സ്കിറ്റുമായിട്ട് നമ്മുടെ മുന്നിലേക്ക് എത്തുന്നു ടീം കോമിക് റൈഡേഴ്സ്. ഒരു വല്ലം പൊന്നും പൂവും കരിനീല ചാലും കണി കാണാ കുന്നിൽ നിന്നും തിരുകോടിപ്പാവും പടകാളി പെണ്ണെ നിന്നും മണിയിൽ ചാത്തിയിടാൻ തുളുനാടൻ ചേലിൽ നിന്നെ വരവേൽക്കാൻ വന്നോളാം. ഒരു വല്ലം പൊന്നും പൂവും കരിനീല ചാലും കണി കാണാ കുന്നിൽ നിന്നും തിരുകോടിപ്പാവും. എന്താണ് നമ്മുടെ സ്ക്രിപ്റ്റ് ഇല്ലാത്തൊരു ശബ്ദം അവിടെ കേട്ടത്? സാർ ഇതിന്റെ ബാക്കിൽ ഒരു കുളം കണ്ടോ? കുളം ഞാൻ രാവിലെ കണ്ടായിരുന്നില്ല. അവിടെ നിന്ന് ഞാൻ പല്ലിയപ്പും കുളിയൊക്കെ കഴിഞ്ഞത്. ഇവിടെ ഡാൻസ് കളിച്ച പെങ്കൊച്ച് അത് കണ്ടില്ല. കണ്ടില്ല. അങ്ങനെ ഡാൻസ് കളിച്ച കൊച്ചിനെ കൊണ്ടുള്ള ശല്യം അവിടെ തീർന്നു. ഒരു സത്യം പറയട്ടെ, എനിക്ക് ഒന്നാമത് ആ കോറിയോഗ്രാഫി അങ്ങ് ഇഷ്ടപ്പെട്ടില്ല കേട്ടോ. ഇത് വല്ല ഡാൻസ് ഒക്കെ ഉണ്ടാണ് പടം പിടിക്കുന്നത്. ഇങ്ങനെയുള്ള ഡാൻസ് ഒക്കെ ഇറങ്ങി കഴിഞ്ഞാൽ പടം എങ്ങനെ ഓടും? എങ്ങനെ ഓടും? സാധാരണയുള്ള ഡയറക്ടർമാരെ പോലുള്ള ഒരു ഡയറക്ടർ ആണോ ഞാൻ? അല്ലല്ല. എന്റെ പടം ഇറങ്ങുമ്പോൾ ഞെട്ടണം. അത് ഞെട്ടുമല്ലോ. എങ്ങനെ? പടം പൊട്ടോ നമ്മൾ ഞെട്ടും. ആദ്യമേ പറഞ്ഞ് എന്നെ കൂടെ ഞെട്ടിക്കാതെ. അത് മാത്രമല്ല, ഈ പടം എന്ന് പറയുമ്പോ ഈ കാശ് എനിക്കൊരു വിഷയമേ അല്ല. അതെന്താ സാർ? എടുത്ത് പെരുമാറാൻ നമ്മളിൽ ഇല്ലല്ലോ. എല്ലാം ഉണ്ടെങ്കിൽ മാത്രമല്ലേ ടെൻഷനുള്ളൂ. അത് മാത്രമല്ല, ഈ പുതുമുഖങ്ങളായ കോറിയോഗ്രാഫർമാരെ നമ്മൾ കൊണ്ടുവരണം. അവരെ കൊണ്ടുവന്ന് നമ്മൾ നല്ല നല്ല സംഭവങ്ങൾ ഇറക്കി വിടട്ടെ. അവര് കമ്പോസ് ചെയ്യട്ടെ. പുള്ളി വരുമ്പോ പെർഫോം ചെയ്തേ വരുള്ളൂ. പുള്ളി പെർഫോം ചെയ്ത് മാത്രം ഇങ്ങോട്ട് വരത്തുള്ളൂ. അത് കണ്ടിട്ട് സാർ എന്താണെന്ന് വെച്ചാൽ തീരുമാനിച്ചു. എനിക്ക് വിലയിരുത്തി വരാൻ പറയൂ. സ്റ്റാർട്ട് ആക്ഷൻ വിത്ത് ക്യാമറ വിത്ത് പാട്ട്. പോട്ടെ. വിളവിൽക്കും പാടം കണ്ണീരും കഥ നിറഞ്ഞൊരീണം താതിന്തിമി ഭിന്തിമി താരോ തെയ്യന്താരോ താതിന്തിമി ഭിന്തിമി താരോ തെയ്യന്താരോ ഭിന്തിമി ഭിന്തിമി താരോ ഹിന്ദിമി ഭിന്തിമി താരോ ഹിന്ദിമി ഹിന്ദിമി താരോ ഹിന്ദിം താരോ തെയ്യക്കല്ലിന്നാരോ തന തെയ്യക്കല്ലിന്നാരോ തെയ്യക്കല്ലിന്നാരോ തന തെയ്യക്കല്ലിന്നാരോ. അങ്കമ്പാടിയിലുള്ള പിള്ളേരെ വെച്ചല്ല ഞാൻ ഈ പടം ഷൂട്ട് ചെയ്യുന്നത്. വലിയ വലിയ സിനിമാ താരങ്ങളെ വെച്ചാണ് ഞാൻ പടം ഷൂട്ട് ചെയ്യുന്നത്. മക്കൾ വന്ന വഴി തന്നെ പോ ചെല്ല്. ഈ വിവരം വെളിവില്ലാത്തവൻ പലതും പറയും. പറഞ്ഞുവിടെ. അടുത്തതിനെ വിളിക്കാം കേട്ടോ. അടുത്തതിനെ വിളിക്കാം. അടുത്തതിന് നീ ഉണ്ടോ നോക്ക്. എന്നിട്ടാണ് നീ അവനെ വിളിക്കാൻ നമ്മൾ ഈ ക്യാമറ എങ്ങോട്ട് വെക്കും, എവിടെ വെക്കും എന്നൊക്കെ ഉള്ള ഒരു ധാരണയിൽ നമുക്ക് എത്താം. ഫസ്റ്റ് ക്യാമറ നമുക്ക് ഇവിടെ വെച്ചാലോ? ഇവിടെ വെക്കാം. സെക്കൻഡ് ക്യാമറ അഞ്ചാമത്തെ നിലയിൽ നമുക്ക് താഴോട്ട് സൂം ചെയ്ത് ഇറക്കാം. മൂന്നാമത്തെ ക്യാമറ നമ്മൾ ഒരു ഏടി കിട്ടിയിട്ടുണ്ടല്ലോ. ഇതുവഴി ഇങ്ങനെ ഓടി നടക്കും ഈ ക്യാമറ. കറങ്ങിക്കൊണ്ട് നടക്കും. എന്റെ സാറേ ഇതെന്താ വീഗാലാൻഡിലെ റൈഡോ? റൈഡാണോ ഇത്? അല്ല, ഒരു സ്റ്റാൻഡും ഉണ്ട്, ഒരു ക്യാമറയുണ്ട്. അവിടെ വെക്കണം, ഇവിടെ വെക്കണം, അവിടെ വെക്കണം എന്നൊക്കെ പറഞ്ഞാൽ കാര്യമില്ല. പിന്നെ അത് മാത്രമല്ല, ഇതിനെങ്കിലും എനിക്ക് ശമ്പളം തരണേ. കുറെ നാളായി. ഇയാൾക്ക് കാര്യമൊന്നും പറഞ്ഞ് മനസ്സിലാക്കില്ല. ഞാനൊന്നും പറഞ്ഞു. ഒറ്റ ക്യാമറ ഇല്ലേ ഉള്ളൂ. ഷൂട്ടിംഗ് ആണ് ഒരുപാട് നിൽക്കല്ലേ. നമ്മൾ ബിഗ് ബഡ്ജറ്റ് ആണ് ചെയ്യുന്നത്, അവർ അറിയണ്ടേ? അറിയാമല്ലോ. സാർ ഒരു സംശയം പറഞ്ഞോളൂ. നമ്മുടെ ഈ ക്യാമറയെ മിഡിൽ വെക്കണോ വൈഡിൽ വെക്കണോ? ഒരു കാര്യം ചെയ്യും, സൈഡിലോട്ടെല്ലാം കൊണ്ട് ആരെങ്കിലും തട്ടിയിട്ട് പൊട്ടിക്കലോ. അതല്ലല്ലോ, ക്യാമറ എവിടെ വെക്കണോന്ന്. ക്യാമറ എവിടെ വെക്കണതാ? ഇവിടെ കഴുകി അലമാരയിൽ ഈ ആവശ്യമുള്ളപ്പോ എടുക്കാമല്ലോ. ശബ്ദമാണ് പതുക്കെ പറ. എന്ത് ശബ്ദം ഇത്? ഭയങ്കര വിലപിടിപ്പുള്ള സാധനമാണ്. 10 ലക്ഷം രൂപയായി ഇതില്. ആണോ? മുത്തൂറ്റിലെ 1.25 രൂപയുള്ള പലിശ. നിനക്കറിയാവോ എന്നെ എത്ര ഡയറക്ടർമാരെ വിളിച്ചാന്നറിയാവോ? തള്ളയ്ക്ക് നത്തയ്ക്കുമായിരിക്കും. പിന്നെ നുണ പറയാം. വാ, ആന നേരം തിന്നുന്നുണ്ടല്ലോ. പുതുമുഖങ്ങൾ വല്ലതും വന്നായിരുന്നു? രണ്ടുപേരും വന്നൊക്കെയാണ്. ഇന്റർവ്യൂ ചെയ്യാൻ മുട്ടി നിൽക്കുന്നു. വിളിക്കട്ടെ. കേറി വാ. സുന്ദരനാന്നൊന്നാം
സുന്ദരനാണു നാം ജോലിയില്ലാത്തവർ അവസരം തന്നിടണേ സുന്ദരനാണു നാം ജോലിയില്ലാത്തവർ അവസരം തന്നിടണേ പാപമാണു ഞാൻ വെകളിയാണു ഞാൻ പാപമാണു നാം വെകളിയാണു ഞാൻ ഞങ്ങൾക്കുള്ള വേഷം തന്നിടണേ അവ ചുരുട്ടി വെച്ചെങ്ങനെ തിന്നിട്ട് കഴിച്ചു പോ. വേഷത്തിന് വന്നാണോ? വേഷമൊക്കെ തരാം, പക്ഷെ ഇതൊക്കെ കഴിഞ്ഞിട്ട് വേഷം തന്നിട്ട് പോവരുത്. അപ്പൊ നമുക്ക് ഞാൻ ഇവരെ ഒന്ന് പരിചയപ്പെടട്ടെ. എക്സ്ക്യൂസ് മീ, എന്താ പേര്? ഉണ്ണിത്താൻ. താൻ ആളെങ്ങനെയാ? പാപത്താൻ. തീറ്റയും കൂടിയൊക്കെ തന്നത്താൻ. ഈ ക്യാരക്ടർ എനിക്ക് ഇഷ്ടപ്പെട്ടു. ഒന്ന് പറയിക്കും. എന്താ പേര്? ബാബു. ബാ കഴിഞ്ഞിട്ടുള്ള പൂ. ആ, അടിപൊളി പൂ കേട്ടോ. എനിക്ക് ഇഷ്ടപ്പെട്ടു. അപ്പൊ നാളത്തെ ഭാവിയുടെ വാഗ്ദാനങ്ങളാണ് ഇവര്. അപ്പൊ നമുക്ക് അടുത്ത കാര്യത്തിലോട്ട് കിടക്കാം. താങ്കൾക്ക് ഞാനൊരു വേഷം തന്നാൽ എന്ത് ചെയ്യും? ഞാൻ ഇട്ടോണ്ട് കിടക്കും. ഞാനൊരു അടിപൊളി സീന് താങ്കൾക്ക് തന്നാൽ താങ്കൾ എന്ത് ചെയ്യും? ഞാൻ വെളുക്ക ഇരുന്ന് കാണും. സാർ ഉദ്ദേശിച്ചതേ ഒരു റോള് തന്നാൽ എന്ത് ചെയ്യുമെന്ന്. ഞാൻ ഉരുട്ടിക്കൊണ്ട് കിടക്കും. ഞാനാണെങ്കിൽ ഒരു പാറയുടെ മണ്ടയിൽ കൊണ്ടുപോയിട്ട് താഴോട്ട് ഉരുട്ടി. ഭയങ്കര മനോധരണം. ഒരു സീക്വൻസ് തന്നാൽ എന്ത് ചെയ്യും? ഇനി അതും കൂടെ മാർക്ക് എടുത്ത് കൊടുക്കും. ആ പടം ഒറ്റ സീക്വൻസിലോ അതാ ഞാൻ ഇവിടെ വെച്ചേക്കുന്നത് കണ്ടോ. അപ്പൊ അതൊക്കെ പോട്ടെ, നമുക്ക് സിനിമയെ കുറിച്ച് പഠിക്കാം. ഈ സിനിമ എന്ന് പറയുമ്പോൾ ഡയലോഗിന് പ്രാധാന്യം നൽകുന്ന ഒരു സിനിമയാണ്. നന്നായിട്ട് ഡയലോഗ് പ്രസന്റേഷൻ ചെയ്യുന്ന ആളിന് മാത്രമേ ഞാൻ ഈ സിനിമയിലെ മെയിൻ വേഷം കൊടുക്കൂ. അതിനു മുമ്പ് എന്തുണ്ടെങ്കിലും സാറിനെ തൃപ്തിപ്പെടുത്തണം. തൃപ്തിപ്പെടുത്തി കഴിഞ്ഞാൽ നിങ്ങൾക്ക് വേഷമാണ്. അതൊന്നും ഇവിടെ പറയണ്ടായിരുന്നു. സാറ് ലാലേട്ടനുമായിട്ട് നല്ല കൂട്ടാണ്, നല്ല കമ്പനിയാണ്. സീരിയസ് ആയിട്ട് കള്ളം ഇല്ല, എന്റെ പൊന്ന് സാറേ. ഈ കൈ കൂടെ ലാലേട്ടന്റെ വലിയൊരു ഫാനാണ് ഞാൻ. ആണോ? ലാലേട്ടന്റെ നമ്പർ ഒന്ന് ഒപ്പിച്ചു തരൂ. ലാലിന്റെ നമ്പറൊക്കെ തരാം, പക്ഷെ വൈകുന്നേരം ഒരു 6 മണി കഴിഞ്ഞ് പുള്ളിക്കാരനെ വിളിക്കാവൂ. ഇപ്പം വിളിച്ചത് ഇപ്പം വിളിച്ചാൽ ഞാനിപ്പുറത്തിരുന്ന് പെയിന്റ് അടിച്ചോണ്ടിരിക്കലടാ. കോള് വരുമ്പോ എടുക്കുമ്പോ വീണ് കയ്യാ കാലം ഒടുങ്ങി കഴിഞ്ഞാൽ ആര് സമാധാനം പറയോടെ ആർക്കത്? ഏത് ലാലിന്റെ കേസ്? പെയിന്റിങ് പണിക്ക് പോണ മുട്ടത്ര ലാൽ. ആ മുട്ടക്കറി ലാലിന്റെ കേസല്ല, മോഹൻലാൽ. മോഹൻലാലോ? അയ്യോ, ആരാണ്? ഞാൻ ഒരു കാര്യം പറയാം, എനിക്ക് വേഷം തരുമ്പോ 2 വേഷം തരണം. അതെന്തുണ്ടായി? ഒന്ന് പൊളിഞ്ഞാലും മറ്റൊരു പിടിച്ച് കയറാമല്ലോ. അപ്പൊ അതെനിക്ക് ഇഷ്ടപ്പെട്ടു. അപ്പൊ ഇതിൽ മെയിൻ ആയിട്ടുള്ള ഒരു ഡയലോഗ് പ്രസന്റേഷൻ ഉള്ള ഒരു വേഷം എന്ന് പറയുമ്പോ അമ്മാവന്റെ വേഷമാണല്ലേ? അപ്പൊ അമ്മാവന്റെ വേഷം പുള്ളിക്കാരനെ ആപ്റ്റാണ്. അതെ, ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ? ചോദിച്ചോളൂ. ഈ അമ്മാവൻ എവിടെന്നാണ് വരുന്നത്? അങ്ങ് ബോംബെ. ഇതിനിടയ്ക്ക് ഹിന്ദിയൊക്കെ പഠിച്ച് പുള്ളിക്കാരന് ഹിന്ദിയൊക്കെ അറിയാം. 5 വർഷം ബോംബെയിലല്ലേ താമസിച്ചത്? കൃഷ്ണൻകുടി കൈസമ്പിലൊക്കെ സംശയന അമ്മാവന്റെ വേഷം ഫിക്സ് ചെയ്തെന്ന് പറ. എന്നെ തള്ളക്ക് വിളിച്ചല്ല, അത് ഹിന്ദിയിൽ ഡയലോഗ് പറഞ്ഞു. അത് മാത്രമല്ല, പറയരുത്. ഞാൻ പറയും. പറയരുത്. ഞാൻ പറയും. പറയരുത്. എന്നാ പിന്നെ പറയില്ല. പിന്നെ പറ. അടങ്ങ്, ഇടക്കാരി പോണ്. ഹിന്ദിയിൽ പാട്ട് പാടും പുള്ളി. ഹിന്ദിയിൽ പാട്ടും പാടും. ഹിന്ദിയിൽ പാട്ട് പാടും. അടിപൊളി പാട്ടാണോ? അപ്പൊ അങ്ങനെയാണ് നമ്മുടെ ഈ സിനിമയ്ക്ക് ഒരു മുതൽക്കൂട്ടാണ്. മറ്റേ ആരാട്ട് ഏതാണ്ടൊക്കെ ഒരു സിനിമയിൽ മറ്റേ അബ്ദുള്ളയുടെ ഒരു പടത്തില് ഹലോ അബ്ദുള്ള ഒരു പാട്ട് നമുക്ക് ഇറക്കി കഴിഞ്ഞാൽ ഹിറ്റ് ആവൂലേ? ഒരു 2 വരി സാറ് പറഞ്ഞോണ്ട് പാടാം. ശ്രദ്ധിച്ചു കേട്ടോ. तेरे मेरे बीच में कैसा है ये बंधन अनजाना, मैंने नहीं जाना तूने नहीं जाना, मैंने नहीं जाना तूने नहीं जाना. നല്ല നല്ല ഉഗ്രം പാട്ടായിരുന്നു, അടിപൊളി പാട്ടായിരുന്നു. സംഗതിയൊക്കെ നല്ലതായിരുന്നു. എനിക്കൊരു ആഗ്രഹം, ആ പാട്ടിന്റെ അർത്ഥം ഒന്ന് പറയാം. അല്ല, പാട്ട് ഇഷ്ടപ്പെട്ടില്ലേ? പിന്നെ എന്തോന്നു ഇഷ്ടപ്പെട്ടല്ല, ഹിന്ദി പാട്ടല്ലേ, എനിക്ക് മനസ്സിലായില്ല. അതിന്റെ അർത്ഥം ഒന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആർക്കും മനസ്സിലായില്ല. അർത്ഥം പറയൂ. വേണോ? വേണ്ടേ? എന്നാ പിന്നെ അർത്ഥം പറഞ്ഞു. ശ്രദ്ധിച്ചു കേട്ടോളാം. തേരെ മേരെ ബീച്ചുമേ, ഒരുപാട് തിരകളുള്ള വലിയൊരു ബീച്ച്. कैसा है ये बंधन. 2 കൈയും അത് ക്രൂരമായി ബന്ധിച്ചിട്ടിരിക്കുന്നു. അഞ്ചാന, 1 2 5 ആനകൾ. അമ്മച്ചാണ്, ഞാൻ അവിടെ പോവൂല. തൂനെ നഹി ജാന. ദൈവത്തിനാണ് എന്റെ പൊന്ന് ഡയറക്ടർ സാർ, അവിടെ പോവരുത്. ഞാൻ പോവൂല. അടിപൊളിയായിട്ടുണ്ട്, ഇഷ്ടപ്പെട്ട്. പാട്ട് നല്ലായിരുന്നു. സത്യത്തില്
നിങ്ങൾ മലയാള സിനിമയിൽ വരേണ്ട ആളല്ല. അയ്യോ അയ്യോ, അയ്യോ എന്താപ്പാ? നിങ്ങൾ ബോളിവുഡിലേക്ക് പോകേണ്ട ആളാണ് ഈശ്വരാ, അനുഗ്രഹിക്കണം. കേട്ടോ. അതെ, അതെ. ഹലോ, ഹലോ. നിങ്ങൾ ബോളിവുഡിലേക്ക് പോകും തന്നെയല്ലേ? കേട്ടോ. ആ. പോകുമ്പോ ഒറ്റയ്ക്ക് പോകരുത്. പിന്നെ ഒരു 4 പാപ്പാമാരെ കൂടെ കൊണ്ടുപോകണം. എന്തിന്? ഈ 5 ആനയെ നീ ഒറ്റയ്ക്ക് മേച്ചോണ്ട് പോവോ? ഓ ഇല്ലല്ല. പോവില്ല പോവില്ല. അപ്പൊ അമ്മാവന്റെ വേഷം ഫിക്സ്. അപ്പൊ ഇനിയുള്ളൊരു ആകെയുള്ളൊരു വേഷം എന്ന് പറയുമ്പോൾ ഒരു വില്ലന്റെ വേഷമാണ്. അപ്പൊ വില്ലന്റെ വേഷം ആർക്ക് കൊടുക്കുന്നുള്ളൊരു കൺഫ്യൂഷനിൽ നിൽക്കുകയാണല്ലേ. ആ മുട്ടത്തല്ലേ കൊടുത്താലോ? പുള്ളിക്കാരൻ കൊടുത്താലോ? ഒരു വില്ലന്റെ വേഷമുള്ളത് ചെയ്യാൻ താല്പര്യമുണ്ടോ? ഒരു വില്ലന്റെ വേഷമുള്ളത് താങ്കൾക്ക് ചെയ്യാൻ താല്പര്യമുണ്ടോ? ഇല്ലല്ല. അതെ, തമാശ പറയില്ല, സത്യം, സീരിയസ് ആയിട്ട്. ത്രൂ ഔട്ടും ഇല്ല. അങ്ങനാണെങ്കിൽ 1 മിനിറ്റ് സാറേ. വില്ലന്റെ വേഷം ചെയ്യണം. വില്ലനെ ഉൾക്കൊള്ളിച്ച് ആവാഹിച്ച് കൊണ്ടുവരാൻ പോയതാണ്. സൂപ്പറായിട്ട് ചെയ്യുന്നു. അടിപൊളിയായിട്ട് ചെയ്യല്ലോ. ഉഗ്രനായിട്ട് ചെയ്യും. എന്റെ ഫിലിമൊക്കെ വേസ്റ്റാക്കല്ലേ? നാടകം നാടകം തന്നെയാണ്. വില്ലോ ഓക്കെ. അമ്മച്ചി ഒരു കയ്യിൽ എന്നെയും മറുകയിൽ ആൻഡ്രൂസിനെയും കൊണ്ട്. എന്താടാ ഇത്? ആരടാ ഇത്? ഞാൻ മറ്റേ ജോൺ ഖോന. ഇതെന്തോന്ന്? ഇത് മറ്റേ മാലയുള്ള കണ്ണാടി. ഇതാ ഇത് ആൻഡ്രോസിന്റെ പെട്ടി. ആരുള്ള കണ്ണാടി മാറ്റി വെയ്, പെട്ടി അങ്ങോട്ട് താഴെ വെയ്. എന്റെ പൊന്നു മക്കളെ, ഞാൻ പാവപ്പെട്ടൊരു വില്ലനാണ് ഉദ്ദേശിച്ചത്. ഒരു പട്ടിണിക്കാരനായി പാവപ്പെട്ടവനായ ദരിദ്രവാസിയായ ഒരു വില്ലൻ, സാധാരണക്കാരൻ. ഫോർ എക്സാമ്പിൾ, താങ്കൾ ഒരു ഗ്രാമപ്രദേശത്ത് ഒരു പെട്ടിക്കടയുടെ മുമ്പിൽ നിൽക്കുന്നു എന്ന് വിചാരിക്കുക. ഒരു ഗുണ്ട ചാടി വരുന്നു, കത്തിയെടുത്ത് വീശുന്നു. താങ്കൾ എന്ത് പറയും? വേണ്ടാന്ന് പറയും. അതെന്ത്? നമുക്കെന്തിന് വല്ലവന്റെ കത്തി അവൻ കൊണ്ട് പോട്ട്. ബ്രേക്ക് എടുക്കട്ടെ. എന്തോന്ന് ബ്രേക്ക് എടുക്കട്ടെ. കൊന്നുകളയും ഞാൻ. എന്റെ അറിവോ സമ്മതോ കൂടാതെ ലൊക്കേഷനിൽ നിന്ന് ഒരു സാധനം എടുത്താൽ കൊന്നുകളയും ഞാൻ. കംപ്ലീറ്റ് കടം മേടിച്ചിട്ടേക്ക്. അപ്പൊ നമുക്ക് കഥയിലോട്ട് കിടക്കാം. ഒരു കഥയില്ലാത്തവന്മാരെ കൊണ്ട് സിനിമ ഉണ്ടാക്കാമെന്ന് അങ്ങനെ പറയില്ല. കഥയില്ല എന്ന് പറയുന്നു. അണ്ണന്റെ നല്ല അടിപൊളി കഥയുണ്ട്. അണ്ണന്റെ കഥ കേൾക്കണ്ട. 5 6 സൂപ്പർ കഥ. നേരത്തെ പോലെയാണോ? അല്ലല്ല, എന്റെ ഒരുപാട് സ്റ്റോക്ക് ഉണ്ട്. നിന്ന് കളിക്കാൻ സമയമില്ല. അല്ല, അഭിനയം മാത്രമല്ല, ഞാൻ ഇങ്ങനെ എഴുതുകയും ചെയ്യും. പിന്നെ ഈ കഥയ്ക്ക് ഞാൻ കാണിച്ചു കിട്ടും. നമ്മുടെ കഥ പകുതി ആയില്ലേ, അപ്പൊ ഈ കഥയും കൂടെ ആഡ് ചെയ്ത് ഞാൻ സ്യൂട്ട് ആവൂ. 2 കഥയും കൂടെ. അതെ. അതിനല്ലേ ഗ്രാഫിക്സ് അപ്പൊ കഥ പറഞ്ഞുതരാം. ഒരു വലിയൊരു കാട്. വലിയ കാട്. ഈ കാടെന്ന് പറയുമ്പോൾ ഭയങ്കര എനിക്ക് ഇഷ്ടപ്പെട്ട ലൊക്കേഷൻ ആണ് കേട്ടോ. ക്യാമറ നേരെ കാട്ടിലോട്ട് പോകണം. ക്യാമറ അവിടെ പോകണം, ഞാൻ തീരുമാനിക്കും കേട്ടോ. ക്യാമറ കൊണ്ടുപോകണം. അപ്പൊ വലിയൊരു കാട്. ഈ കാട്ടിന്റെ ഉൾവനത്തിൽ ചെറിയൊരു കുടില്. കുടില് ഓക്കെ. ആ കുടിലിനകത്ത് 2 യുവമിഥുനങ്ങൾ. ആരൊക്കെ? ഒരു അപ്പൂപ്പൻ അമ്മൂമ്മയും. ഈ അപ്പൂപ്പൻ അമ്മൂമ്മയുടെ അവസാനം ഇലയപ്പം തിന്നണമെന്ന് ആഗ്രഹം വന്നു. അവർ കാട്ടിലോട്ട് പോയി. ചുള്ളടിക്കാൻ ഒരു ആന വന്ന് ചുള്ളി ഓടിക്കാൻ പോവല്ലേ എന്ന് പറഞ്ഞു. അതെ അതെ. ഈ കഥയും കണ്ടാണ് സിനിമ ഉണ്ടാക്കാൻ വന്നത്. അതെ, സാർ ഉദ്ദേശിച്ചത് പച്ചയായ ജീവിതമാണ്, പച്ചയായ കഥയാണ്. പച്ചയായ കഥ പറ. പച്ചയായ മനുഷ്യന്റെ പച്ചയായ ജീവിതകഥ ആവിഷ്കരിക്കൂ please. പച്ചയായ ജീവിതകഥ എന്നാ പഠിച്ചോ? ഒരു പച്ച കാട്. അത് അടിപൊളി. ആ കാട്ടിനകത്ത് ഒരു പച്ച വീട്. ആ പച്ച വീട്ടിനകത്ത് ഒരു പച്ച അപ്പൂപ്പനും ഒരു പച്ച അമ്മൂമ്മ. അതെ. അവർക്ക് പച്ച ഇലയപ്പം തിന്നണമെന്ന് കൊതി വന്ന് അങ്ങനെ അവർ പച്ച കാട്ടിലോട്ട് പോയി. അവിടെ ഒരു പച്ച ആന പറഞ്ഞ് ചുള്ളി ഓടിക്കാൻ പോവല്ലേ എന്ന് പറഞ്ഞു. ഇനി ഇവിടെ നിന്ന പിന്നെ പച്ചക്ക് കത്തിച്ചോളയും. ഞാൻ പറഞ്ഞ ഒരു പച്ച ക്യാമറ എടുത്ത് എന്റെ കൂടെ ഉള്ള ഈ അതെ, സാർ ഉദ്ദേശിച്ചതേ നമ്മുടെ ഈ കഥക്കകത്ത് അപകടം, ആക്സിഡന്റ് ഇതൊക്കെ വേണം. ആക്സിഡന്റ് വേണം. അങ്ങനെയാണെങ്കിൽ എന്റെ കയ്യിൽ ഒരു കഥയുണ്ട്. പക്ഷെ വേറെ കേസ്, കാടുണ്ട്. അവിടെ കാടുണ്ട്. ക്യാമറ കൊണ്ടുപോകണ്ട, അവിടെ തന്നെ വെച്ചാൽ മതി. കാടിന്റെ ഒരു സുഖമുണ്ടല്ലോ, അത് വേറെ. അപ്പൊ ഞാൻ പറയട്ടാ, അപ്പൊ കാട് അങ്ങനെ നിൽക്കുകയാണ്. കാട് എങ്ങനെ നിൽക്കുന്നു? അല്ല, കാട് സാധാരണ നിൽക്കുമ്പോൾ മരങ്ങളൊക്കെ വളർന്ന് നിൽക്കുമ്പോൾ നിൽക്കുകയാണ്. വേരൊക്കെ വളർന്നു. ഈ കാട്ടിന്റെ മുകളിൽ കൂടി ഒരു ഹെലികോപ്റ്റർ ഹെലികോപ്റ്റർ പിടിച്ചു നിർത്താൻ ആരെങ്കിലും സാറാണ് ഇന്ന് വരെ ഹെലികോപ്റ്റർ കണ്ടിട്ടുണ്ട്. ഇങ്ങനെ പോവുകയാണ്. ആ സമയത്ത് ഹെലികോപ്റ്റർ മറ്റേ ചീമ്പിളിയില്ലേ, അത് വന്ന് അപ്പൂപ്പന്റെ കഴുത്തിൽ വീണ് അപ്പൂപ്പന്റെ കഴുത്തറ്റി പോയി. ഹെലികോപ്റ്ററിന്റെ മറ്റേ ചീമ്പിളിയില്ലേ, മറ്റേ ഹെലികോപ്റ്റർ ചീമ്പിളി ഇങ്ങനെ അത് വന്ന് അപ്പൂപ്പന്റെ കഴുത്തിൽ കറങ്ങണം. ഓ, ഇതൊരു നിലവാരമില്ലാത്ത ഭാഷയാണ്. ചീമ്പിളി അതെന്താ? മലയാളത്തിലുള്ളതാണ്. മലയാളമാണ്. ഓ, ഇതെങ്ങനെയാണ് എഴുതുന്നത്? ഇത് മറ്റേ ചായ ഇട്ടിട്ട് ഇങ്ങനെ ബ്ലീ ഇങ്ങനെ. എടാ ബാപ്ലി, ഈ കഥയും കൊണ്ടൊക്കെ ഞാൻ ഇങ്ങനെ ഈ പടം പുറത്തിറക്കും. എന്റെ പൈസ എല്ലാം പോയോ? എന്റെ പൈസ എല്ലാം പോയോ? അപ്പൊ ഒരു കാര്യം ചെയ്യും, നിങ്ങൾ ആ ടക്കോട്ടിക്ക് കഥയൊന്നും വേണ്ട, എന്റെ ഉള്ള കഥ വെച്ചാൽ എങ്ങനെയെങ്കിലും മുമ്പോട്ട് കൊണ്ടുപോകും. അതിൽ അഭിനയിക്കാൻ താല്പര്യം ഉണ്ടെങ്കിൽ നിന്നാൽ മതി, അല്ലെങ്കിൽ സാർമാർക്ക് അപ്പൊ അമ്മാവന്റെ സംഭവം. അമ്മാവൻ പ്രൗഢ ഗംഭീരമായിട്ട് നടന്നു വരുന്നു, അട്ടഹസിക്കുന്നു. എന്റെ സാറേ, ഈ ശരീരത്തിന് ഇത്ര അട്ടഹാസമൊക്കെ വരും, അത് മതി. ഈ കൊണ്ടുവന്നല്ലേ, ഇത് തന്നെ മാക്സിമം ആണ്. അടുത്ത അമ്മാവന്റെ ഡയലോഗാണ്. ഞാൻ ഗോതമ്പരാമ റെഡ്ഡി, ഞാൻ ഗോവയ്ക്ക് പോകാൻ റെഡി. വണ്ടി സ്റ്റാർട്ട് ചെയ്തിട്ടേക്കണം അപ്പുറത്ത്. എവിടെ? ഗോവയിൽ പോവാൻ. എന്തിന്?
ഗോവയിൽ പോകാൻ. ഓ. അപ്പൊ സിനിമ സിനിമ ഇറക്കണ്ടേ, ഇറക്കണം. പടം തിയേറ്ററിൽ വരണ്ടേ, വരണം. മോന് സൂപ്പർ സ്റ്റാർ ആവണ്ടേ, ആവണം. ഫേമസ് ആവണ്ടേ. ആവണം. അപ്പൊ അങ്കിള് പറയണ പോലെ ചെയ് ആ, കാല് പിടിക്കുന്നു കേട്ടോ. ആ, ചെയ്യാം, ചെയ്യാം. ഞാൻ ആ, ഗോവിന്ദരാമ റെഡ്ഡി. ഞാൻ ഗോവിന്ദന്റെ ഷട്ടി റെഡി. അത് നമുക്ക് ഗ്രാഫിക്സ് അഡ്ജസ്റ്റ് ചെയ്തെടുക്കാം. ചെറിയ ചെറിയ പ്രശ്നങ്ങളുണ്ട്. അടുത്ത വില്ലനോട് തുമാരാനാ ക്യാ ഹേ? കുമാരന്റെ കായ് എവിടെ? കളഞ്ഞു. ഡയലോഗ് ഹിന്ദി ഡയലോഗ് ഹിന്ദി मेरा नाम अशरफ ഡേയ്, ഇത് അഷറഫ് അല്ല, ഇത് ബഷറഫ്. ഇതെടാ, ഇപ്പൊ അടുത്തടുത്ത് കുളിച്ചിട്ട് വാടാ, പോടാ. അടുത്ത ഡയലോഗ് आपकी तेरी कसम. എന്തൊരു കഷോടെ ഇത്? ഇതെന്താ കഞ്ചാവ് ചെടിയാടാ വളർന്ന് കിടക്കണം. എടാ പോയിച്ചെന്ന് അങ്ങോട്ട് ഞാനിപ്പോ കുളിയടാ, പോടാ, കുളിച്ച് കുളിച്ച് നനയടാ, പോടാ. മതി. അമ്മാവൻ വീണ്ടും വില്ലനോട് നീ ഒരു പമ്പര വിഡ്ഢിയാണ്. അത് മതി. നീ ഒരു പമ്പര വിഡ്ഢിയാണ്. അയ്യോ, ഞാൻ ഇതാണ് പ്രതീക്ഷിച്ചത്. നാച്ചുറാലിറ്റി. ഇത് തന്നെ ഫോളോ ചെയ്യണം. അത് തന്നെ, അത് വരും. ഇതിങ്ങനെ ഫോളോ ചെയ്ത് പോകണം. ഞാനൊരു പമ്പര വെട്ടിയാണ് കഴിഞ്ഞു കേട്ടോ. അപ്പൊ ഞാനൊരു പമ്പര വെട്ടിയാണ് കഴിഞ്ഞിട്ട് യു ആർ എ ഫൂൾ. യു ആർ എ ഫ്ലൂട്ട്. ഫ്ലൂട്ട് നിന്റെ അച്ഛൻ. സാറേ, എന്റെ അച്ഛനെ വിളിച്ചു. എന്റെ അച്ഛനെ വിളിച്ചു. എക്സ്ക്യൂസ് മീ, സോറി. നിങ്ങളെ കുടുംബകാര്യത്തിൽ തൽക്കാലം ഞാൻ ഇടപെടുന്നു. നമുക്ക് അടുത്ത വില്ലന്റെ ഡയലോഗ്. ടിവി, ഫ്രിഡ്ജ്, വാഷിംഗ് മെഷീൻ. ഓക്കെ, മറ്റേ ഡയലോഗ്. നിന്റെ വീട്ടിലുള്ള ടിവി, ഫ്രിഡ്ജ്, വാഷിംഗ് മെഷീൻ ഇതെല്ലാം എത്രയും പെട്ടെന്ന് തന്നെ ജട്ടിയിലെത്തിക്കണം. എന്തോന്ന്? എടാ, നിന്റെ വീട്ടിലുള്ള ടിവി, ഫ്രിഡ്ജ്, വാഷിംഗ് മെഷീൻ ഇതെല്ലാം എത്രയും പെട്ടെന്ന് തന്നെ ജട്ടിയിലെത്തിക്കണമെന്ന്. അതെ സാറേ, ഇത് ശരിയാവൂല. ഈ പടം പൊളിയും. ഈ പടം പൊളി സാർ പറയും. ഈ പടം പൊളിയും സാറേ. നിങ്ങൾ പറയേണ്ട കാര്യം നമുക്ക് പടം പൊളിയും. പടം പൊളിയും, പടം പൊളിയും, പടം പൊളിയും, പടം പൊളിയും. എങ്ങനെ പൊളിയൊന്ന് പറ സാറേ, ഞാൻ ഒരു കാര്യം പറയട്ടെ. 30 രൂപയ്ക്ക് ചന്തയെന്ന് വാങ്ങിക്കുന്ന സാധനം ഒറ്റ കടുവിലിന്റെ കളർ പോകും. അത് മാത്രമല്ല, ഇതിൽ ഇത്ര സാധനം ഇടാൻ പറ്റൂല. ഈ ചട്ടിയില്. അയ്യോ, ആ ബോട്ടിലും ചട്ടി ഇടൂ. നിനക്കുള്ള പിന്നെ തരാം കേട്ടോ. അവനെ പറഞ്ഞു വിട്ടാ. അടുത്തായിട്ട് മരിച്ചിരിക്കുന്ന അമ്മാവന്റെ സീനാണ്. മരിച്ചിരിക്കുന്ന അമ്മാവന്റെ സീന് ഓക്കെ ആണോ? അപ്പൊ ഈ അമ്മാവന്റെ സീനില് അമ്മാവൻ മരിച്ചിരിക്കുകയാണ്. സുന്ദരിയായ നായിക, അതായത് അമ്മാവന്റെ മരുമകൾ വരുന്നു. സുന്ദരിയായ നായിക അമ്മാവന്റെ ശവശരീരത്തിൽ കെട്ടിപ്പിടിച്ച് കരയുന്ന വൈകാരികമായ ഒരു സീനാണ്. അപ്പൊ മരിച്ചിരിക്കുന്ന അമ്മാവനായിട്ടിരിക്കാനുള്ള ആളെ വിളിക്കുക. റെഡി? ആള് വന്നില്ല. ആള് വന്നില്ലെന്ന്. ആളില്ലേ? ആളില്ല. ഇനിയിപ്പോ ഞാൻ അവിടെ പോയി ഉണ്ടാക്കും. ഇപ്പൊ അഭിനയിക്കാണോ? ഇപ്പൊ അഭിനയിക്കാൻ അടിപൊളിയായിട്ട് അഭിനയിക്കാൻ. എന്റെ അമ്മാവനുണ്ട്. ആരെങ്കിലും കിട്ടിയാ പോരെ വിളി. എന്താ മനുഷ്യൻ വേവടിക്കുമ്പോ എനിക്കറിയത്തില്ല. ഓ ഞാനല്ലെന്ന്. അങ്ങനെ മരിച്ചിരിക്കുന്ന അമ്മാവ ഓക്കെ അയല്ല. ഇനി നമ്മളെ നടി അവിടെ നിന്ന് കടന്നു വരുമ്പോൾ മരിച്ചു കിടക്കുന്ന അമ്മാവനെ സങ്കടത്തോടെ കെട്ടിപ്പിടിക്കുന്നു. അതല്ലേ? പക്ഷേ ഡയലോഗ് മൊത്തം ഞാൻ പറയും. എടാ, നീ ഇപ്പോഴും സ്പോട്ടിൽ മരിച്ചതല്ല. മരിച്ച് 7 ദിവസം കഴിഞ്ഞാണ് നിന്റെ അഴിയ ഡെഡ് ബോഡി എടുത്തോണ്ട് ഇവിടെ കൊണ്ട് വെച്ചത്. നീ എങ്ങനെ സംസാരിക്കും? പോടാ, വായെടുത്ത് അകത്തിട്ട് കണ്ണെടുത്ത് അകത്തിട്ട് പോയി. അടുത്ത നായികയുടെ സംഭവമാണ്. നായിക വിളിച്ചായിരുന്നു. നായിക വിളി. സ്റ്റാർട്ട് ആക്ഷൻ ക്യാമറ. കേറി വരൂ. നായിക, നായിക, കം ഓൺ. ഓക്കെ, അടിപൊളി നായിക. എനിക്ക് ഇഷ്ടപ്പെട്ടു. എന്താ നായിക തെന്നി തെന്നി വന്നത്? ഞാൻ പറഞ്ഞില്ലേ തെന്നിന്ത്യൻ നടിയാന്ന്. ഹലോ, എക്സ്ക്യൂസ് മീ, അല്പം ഫ്രൂട്ട് സലാഡ് കിട്ടുമോ? സാറേ, പൂച്ചെടിയല്ല നമ്മൾ നോ 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 നോ, അതല്ല. ഫ്രൂട്ട്സ് ഒക്കെ കട്ട് ചെയ്ത് ഫ്രൂട്ട് സലാഡ്. ഫ്രൂട്ട്സ് ഒക്കെ കട്ട് ചെയ്ത് ജ്യൂസ് അടിച്ചു കൊടുക്കുന്നില്ലേ? കൊടുക്ക്. എന്നെ ചൂടാന്നേ ഇത്. നിങ്ങൾക്ക് എങ്ങനെ സഹിക്കുന്നേ ഇത്? ഒരു ഫാന് കിട്ടിയിരുന്നെങ്കിൽ അതിന്റെ അടി കയറി ഇരിക്കാമായിരുന്നു കേട്ടോ. മാഡത്തിന്റെ കട്ട ഫാനാണ് ഞാൻ. ആണോ? വേണമെങ്കിൽ പറഞ്ഞോളൂ. ഇതാണോ സാറ് പറഞ്ഞ മരിച്ചു കിടക്കുമ്പോൾ ഓടി വന്ന് കെട്ടിപ്പിടിക്കുന്നത്? ഇതാണ് ഞാൻ പറഞ്ഞ നടി, തെന്നിന്ത്യൻ ചലച്ചിത്ര താരം യുവറാണി. എന്റെ സാറേ, ഇത് ഞാൻ പൊളിക്കും. നീ പൊളിക്കുമല്ല, നീ തൊലിക്കും. കഷ്ടപ്പെട്ട് പടം ഉണ്ടാക്കിയിട്ട് അവൻ പൊളിക്കുമെന്ന്. അതല്ലത്, ഞാൻ തകർക്കുന്നത്. പിന്നെ വേറൊരു കാര്യം, എന്തായാലും ഈ മരിച്ചു കിടക്കണ ആളിന് ഡയലോഗ് ഇല്ല. ഡയലോഗ് നായി വന്ന് കെട്ടിപ്പിടിക്കുമ്പോഴേ ഞാനൊന്ന് കെട്ടിപ്പിടിച്ചോട്ടാ. ഞാൻ പറഞ്ഞോളാം.
ശവം പോ പോ പോ. അപ്പൊ നമുക്ക് കാര്യത്തിലോട്ട് കിടക്കാം. മരിച്ചിരിക്കുന്ന അമ്മാവനെ നോക്കി നായിക. മരിച്ചിന് തിന്നുകൊണ്ടിരിക്കുന്ന അമ്മാവനെ നോക്കി നായിക. നേരത്തെ എന്താ ചോദിച്ചത്? ഫ്രൂട്ട് സലാഡ്. ഫ്രൂട്ട് സലാഡാ? നമുക്ക് കഞ്ഞിവെള്ളം പോലും കൊടുക്കരുത്, അതിനുള്ള ക്വാളിറ്റി പോലും ഇല്ല. ഒരുപാട് ചലച്ചിത്രത്തിലൊക്കെ അഭിനയിച്ചല്ലേ, അതിന്റെ ഒരു ഇത് കാണുന്നുണ്ട്. ഓക്കെ, ഞാൻ മരിച്ചിരി നിന്നോണ്ടിരിക്കുന്ന അമ്മാവനെ നോക്കി നായിക എന്നല്ല പറഞ്ഞത്, സന്ദർഭമാണ് പറഞ്ഞത്, മനസ്സിലായോ? അപ്പൊ അടുത്തിന് ഡയലോഗ് ഉണ്ട്. അപ്പോ അമ്മാവൻ ജീവിച്ചിരുന്നപ്പോ എനിക്ക് അമ്മാവനെ വന്ന് കാണാൻ സാധിച്ചില്ല. അമ്മാവൻ ജീവിച്ചിരുന്നപ്പോ എനിക്ക് അമ്മാവനെ ഒന്ന് കാണാൻ സാധിച്ചില്ല. എന്ത് സംഭവം എന്നറിയാം ആ കുട്ടിയുടെ. സാറിന്റെ കണ്ണ് നിറഞ്ഞു പോയി കേട്ടോ. ഓക്കെ ഓക്കെ, ഇത് ഫോളോ ചെയ്തോളൂ കേട്ടോ. അപ്പൊ അമ്മാവന്റെ അടുത്ത് വന്ന് വീണ്ടും, അമ്മാവന് എന്നോട് പിണക്കമാണോ അതോ പരിഭവമാണോ? അമ്മാവന് പിണ്ണാക്ക് വേണോ അതോ പരിപ്പുവട വേണോ? ഇവക്ക് ആവശ്യം എന്താണെന്നറിയാം, കാലിത്തീറ്റ. ഇവിടെ കുഴച്ച് അവിടെ അണ്ണാക്കി തട്ടിക്കൊറ, എവിടെ പിടിച്ചോണ്ട് വന്നത്? മരിച്ചിരിക്കുന്ന അമ്മാവന്റെ കോളറിൽ പിടിച്ച് കുലുക്കിക്കൊണ്ട്, എന്റെ അമ്മാവൻ എങ്ങനെയാണ് മരിച്ചത്? ഒരു റിഹേഴ്സൽ ചെയ്യൂ. എന്റെ അമ്മാവൻ എങ്ങനെ മരിച്ചത്? എന്റെ അമ്മാവൻ എങ്ങനെ മരിച്ചത്? സാറേ, ഷട്ടറിന് കൈയെടുക്കാൻ പറ. ഇതുപോലെ ഷട്ടറെ പിടിച്ച പലരും ഇപ്പോഴും. ഓക്കെ, അപ്പോ അവിടെ ചെന്ന് ഷട്ടി പിടിക്കണ്ട. എന്റെ അമ്മാവൻ എങ്ങനെയാണ് മരിച്ചത് ചോദിക്ക്. എന്റെ അമ്മാവൻ എങ്ങനെയാ മരിച്ചത്? എന്റെ അമ്മാവൻ എങ്ങനെയാ മരിച്ചത്? നിന്റെ അമ്മാവനാ ടിപ്പർ ഓട്ടിച്ചോണ്ടിരുന്നപ്പോ ഒരു കൊക്കയിൽ വീണ് ചത്ത്. വീണ്ടും നടക്കൂല. പടം നടക്കൂല. ഒരു സൈക്കിൾ മാട്ടം മാത്രം ഓട്ടിക്കാൻ അറിയുന്ന എനിക്ക് അങ്ങനെ സാറേ ടിപ്പർ ഓട്ടിക്കാൻ അറിയാം. ഡെഡ് ബോഡിയാണോ? പോയിരടാ അവിടെ. മേഡം, ഞാൻ അതല്ല ഉദ്ദേശിച്ചത്, അല്പം വികാരത്തോടു കൂടി ചോദിക്കണം മേഡം. ഇതൊക്കെ ഞാൻ എത്ര ചെയ്തിരിക്കുന്നു സർ, നേരത്തെ പറയണ്ടേ? മാഡത്തിന്റെ ഒരു സീന് ഞാൻ ഇന്നലെ കണ്ടു. സിനിമയിലായിരിക്കും. സിനിമയിലല്ല, യൂട്യൂബിൽ. വികാരത്തോടെ ചോദിക്കൂ. എന്റെ അമ്മാവൻ എങ്ങനെയാണ് മരിച്ചത് ചോദിക്കൂ. ശബ്ദിക്കാൻ പറഞ്ഞ എന്റെ പൊന്ന് സാറേ, ഇങ്ങനെ വികാരം കാണിച്ചു കഴിഞ്ഞാൽ ചത്തിരിക്കുന്ന ആരായിരുന്നല്ലോ ഒന്ന് എണീറ്റ് പോകും. ഓക്കെ, വികാരം കണ്ടിന്യൂ. ഇത്രയും വികാരം മതി, അല്ലെങ്കിൽ എനിക്ക് പടത്തിന്റെ പേര് മാറ്റി വേറെ ഷൂട്ട് ചെയ്യേണ്ടി വരും. അപ്പൊ നമുക്കൊരു കാര്യം ചെയ്യാം, ഈ വികാരം ഇത്രയൊക്കെ മതി. അടുത്ത് ഞാൻ ഉദ്ദേശിച്ചത് മേഡത്തിന് മനസ്സിലായില്ലെന്ന് തോന്നുന്നു. നമ്മൾ ഈ തമിഴ്നാട്ടിലൊക്കെ ആൾക്കാർ മരിക്കില്ലേ, അപ്പൊ കരയുമ്പോഴത്തേക്ക് അവർ ചെറിയൊരു പാട്ടിന്റെ രീതിയിലൊക്കെ കരയില്ലേ? പാട്ട്, സംഗീതാത്മകം, തമിഴ്നാട് പാട്ട്. സംഗീതം മിക്സ് ചെയ്യൂ പ്ലീസ്. പിന്നെന്താ സംഗീതം മിക്സ് ചെയ്യൂ. ഓക്കെ, എന്റെ അമ്മാവൻ അതാണ് ഉദ്ദേശിച്ചത്. എങ്ങനെയാ മരിച്ചത്? എന്റെ അമ്മാവൻ എങ്ങനെയാണ് മരിച്ചത്? എങ്ങനെയാണ് 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 മരിച്ചത്? ഇങ്ങനെയാണ് മരിച്ചത്. എനിക്ക് ഇപ്പോൾ ഒരു കാര്യം മനസ്സിലായി, അറിയാൻ പാടില്ലാത്ത പണി ചെയ്യാൻ പോകരുത്. അത് ചെറിയ സിനിമയാണെങ്കിലും വലിയ സിനിമയാണെങ്കിലും ഏച്ച് കെട്ടിയാലേ മുഴച്ചായിരിക്കും. ഓ